ആമിർ ഖാന്റെ മകൻ ജുനൈദ് ഖാനും സായ് പല്ലവിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഹിന്ദി സിനിമയായിട്ടുള്ള ഏക് ദിൻ തായ് സിനിമയായിട്ടുള്ള വൺ ഡേയുടെ റീമേക്കാണ്. ഈ പടത്തിന്റെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് ട്രാൻസിയന്റ് ഗ്ലോബൽ അംനീഷ്യ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അതായത് അങ്ങനെ ഒരു അവസ്ഥയിലുള്ള വ്യക്തി ഒരു 24 മണിക്കൂർ നേരം വരെ കുറച്ചു കാലം മുന്നേ സംഭവിച്ച പല കാര്യങ്ങളും മറന്നുപോകും. സുനിൽ പാണ്ഡെ ഡയറക്ട് ചെയ്തിട്ടുള്ള ഈ സിനിമ പക്ഷേ ഓടിത്തേഞ്ഞ ക്ലീഷകളെല്ലാം കുത്തി നിറച്ചു വെച്ചിട്ടുള്ളത് പോലെയുള്ള എഴുത്തുള്ള ഒരു സിനിമയാണ്. നേർഡായിട്ടുള്ള ജുനൈദ് ഖാന്റെ ആക്ടിങ് ഒന്നാം തരം വെറുപ്പിക്കലായിട്ട് മാറുന്ന ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസ് നടത്താതെ തിയേറ്ററിൽ കൊണ്ടിറക്കാൻ ഈ സിനിമയുടെയും ജുനൈദിന്റെയും സഹനിർമ്മാതാവായിട്ടുള്ള ആമിർ ഖാൻ തീരുമാനിച്ചു എന്നത് പുള്ളിക്ക് ഈ അടുത്തായിട്ട് ജഡ്ജ്മെന്റ് ശരിയാകുന്നില്ല എന്നതിന്റെ ഒന്നാം തരം ഒരു തെളിവാണ്. ആമസോൺ പ്രൈമിൽ വന്ന കോൾ മീ ബേ എന്ന സീരീസിലൊക്കെ ഡെപ്ത് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള തരം പ്രേക്ഷകനാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദിനേഷ് ശ്രീവാസ്തവ എന്ന ഡീനോ ആണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. ഗുഡ്ഗാവിലെ ഒരു IT സ്ഥാപനത്തിന്റെ ഓഫീസിലെ ആരും മൈൻഡാക്കാത്ത IT ഗായിയാണ് ഡിനോ. ആൾക്ക് ഓഫീസിലെ സൗത്ത് ഇന്ത്യക്കാരിയായിട്ടുള്ള ജീവനക്കാരിയായിട്ടുള്ള മീര രംഗനാഥനോട് ഒരു പ്രണയമുണ്ട്. പക്ഷേ മീര ഓൾറെഡി അവിടുത്തെ ബോസുമായിട്ടൊരു റിലേഷൻഷിപ്പിലാണ്. അങ്ങനെയിരിക്കെ ഒരു ഓഫീസ് ട്രിപ്പിന്റെ ഭാഗമായിട്ട് ജപ്പാനിലെത്തുമ്പോൾ മീര ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസിയന്റ് ഗ്ലോബൽ അംനീഷ്യ എന്ന അവസ്ഥയിലെത്തുകയും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു ദിവസത്തേക്ക് മീരയുടെ ബോയ്ഫ്രണ്ടായിട്ട് ജീവിക്കാൻ ഡീനോയ്ക്ക് അവസരം കൊടുക്കുകയും ചെയ്യുന്നു. ആ ഒരു ദിവസത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഞാൻ കഥ മൊത്തം പറഞ്ഞു എന്ന് പറയണ്ട, ഇവിടെ പറഞ്ഞിട്ടുള്ളതെല്ലാം ഈ പടത്തിന്റെ ട്രെയിലറിൽ അവർ കാണിച്ചിട്ടുള്ളതാണ്. ഒരു ലവ് സ്റ്റോറിയിൽ ട്രാൻസിയൻ ഗ്ലോബൽ അംനീഷ്യ എന്ന സംഗതി വയ്ക്കുന്നത് ഓൺ പേപ്പർ നോക്കുകയാണെങ്കിൽ തിരിച്ചാഗ്രഹിക്കാത്ത വൺ സൈഡ് പ്രേമമൊക്കെ കാണിക്കാനുള്ള ഒരു ഗംഭീര അവസരമാണ്. പക്ഷേ ഈ പടത്തിലേക്ക് വരുമ്പോൾ ഇത് എഴുതിയവർക്ക് പോലും ആ അവസരം കാണാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. പടത്തിന്റെ ഓപ്പണിംഗ് ഷോട്ടിൽ ചുമരിന്റെ അതേ പാറ്റേണിൽ ഡ്രസ്സ് ചെയ്ത് വന്ന നായകനെ കാണിക്കുന്നത് മുതൽ ഈ സിനിമ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റ്കോം എനർജി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. എന്നെ ആർക്കും ഇഷ്ടമല്ല, നമ്മളെപ്പോലുള്ളവരൊക്കെ ആര് നോക്കാൻ എന്നുള്ള ടൈപ്പ് ഡയലോഗിന്റെ കുറേ വേരിയേഷൻസ് ഇങ്ങനെ വോയിസ് ഓവർ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നായകൻ ഏതാണ്ട് തുടക്കത്തിൽ തന്നെ നമ്മുടെ മൂഡ് കളയുന്നുണ്ട്. നായകൻ കൂട്ടത്തിൽപ്പെടാത്ത ഒരുത്തനാണ് എന്ന് കാണിക്കാൻ വേണ്ടി എഴുതി ചേർത്തിട്ടുള്ള കോമഡികൾ കബി ഖുഷി കബി ഗം ഡയറക്ട് ചെയ്ത അന്നത്തെ കരൺ ജോഹർ പോലും റിജക്ട് ചെയ്യുന്ന നിലവാരത്തിലുള്ളതാണ്. പടത്തിൽ വലിയ ട്വിസ്റ്റായിട്ട് ഇവർ പ്ലേസ് ചെയ്യുന്ന പല സംഗതികളും 1 കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ നമുക്ക് വരുന്നത് കാണാൻ സാധിക്കും. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് നായകൻ ബിഹേവ് ചെയ്യുന്ന രീതികൾ കാണുമ്പോൾ അയാൾ കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങൾക്ക് അയാളെ ചീത്ത വിളിക്കാനാണ് തോന്നുക. അല്ലാതെ പാവത്തിന്റെ ഇൻസെക്യൂരിറ്റി കണ്ടിട്ട് സഹാനുഭൂതി തോന്നില്ല. 6 അടി പൊക്കത്തിൽ വെളുത്തു തുടുത്തു നിൽക്കുന്ന ജുനൈദ് ഖാൻ എന്ന വ്യക്തിയെ ഒരു ഇന്ത്യൻ കോർപ്പറേറ്റ് ഓഫീസിൽ ആരും മൈൻഡ് ചെയ്യാത്ത ഒരാളായിട്ട് നമ്മൾ വിചാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് തന്നെ ലേശം ഓവറാണ്. പടം തുടങ്ങി ഏതാണ്ട് ഒരു 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ മൊത്തത്തിൽ ഇതിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്ന് നമുക്കൊരു ധാരണ കിട്ടും. ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ ഒരു കാര്യം ഊഹിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. എഴുത്ത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. കബി ഖുഷി കബി ഗം പോലെ ഒരു സിനിമ ഇന്ന് അതേ രീതിയിൽ അതേ തിരക്കഥ ഉപയോഗിച്ച് എടുക്കുകയാണെങ്കിൽ ഒന്നാം തരം ക്രിഞ്ച് സിനിമയായിട്ട് ആളുകൾ വിലയിരുത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈ സിനിമ എടുത്തിട്ടുള്ളവർ ആ അഭിപ്രായത്തിന് എതിരാണെന്ന് തോന്നുന്നു. ഈ പടത്തിന്റെ ഡ്രാമയുടെയും സെന്റിമെന്റ്സിന്റെയും ഡയലോഗുകളുടെയും ഒക്കെ ഒരു ടോണിന് ഇമോഷണൽ മെച്യൂരിറ്റി ഒട്ടും തന്നെയില്ല. ഇന്നത്തെ ടീനേജർമാരെ ഇതിന്റെ എഴുത്തുകാർ വല്ലാതെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പോലെ തോന്നി. ഏക് ദിൻ, അതായത് ഒരു ദിവസം എന്ന സാധനം നമ്മുടെ മനസ്സിലേക്ക് പതിയാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പല സ്ഥലത്തും അവർ മെറ്റഫോർ ഉപയോഗിച്ച് ഈ ഏക് ദിൻ പരിപാടി പ്രസന്റ് ചെയ്തത് നമ്മൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡയലോഗിലൂടെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് വെറുപ്പിക്കുന്നുണ്ട്. സുനിൽ പാണ്ഡെ സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി നോക്കുകയാണെങ്കിൽ ഇമോഷൻ ഏത് തന്നെ ആയാലും സെയിം ഫ്ലാറ്റ് ലൈറ്റിംഗ് ആണ് എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കുക. ആരാലും മനസ്സിലാക്കപ്പെടാത്ത നായകന്റെ മാനസികാവസ്ഥ ഇങ്ങനെ ഫ്രെയിമുകൾ ഉപയോഗിച്ചോ ഡയലോഗുകൾ ഉപയോഗിച്ചോ മര്യാദക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. എല്ലാവരോടും സിമ്പതി എരന്ന് വാങ്ങുന്ന ഒരു ക്യാരക്ടറിനെ പോലെയാണ് നായകനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിമ്പതിക്ക് വേണ്ടിയുള്ള ഈ ശ്രമങ്ങൾ കാരണമാണെന്ന് തോന്നുന്നു രണ്ടാം പകുതിയിൽ ആ ക്യാരക്ടർ കുറച്ച് ഗ്രേ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് പോകുമ്പോൾ അയാളുടെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമുക്ക് അയാളോട് ആ ഒരു തീരുമാനത്തിന്റെ പേരിൽ വെറുപ്പാണ് തോന്നുക. പടത്തിന്റെ അവസാന ഭാഗത്തേക്ക് ആരോടും ഒന്നും പറയാതെ ഒറ്റയ്ക്ക് മുറിയടച്ചിരുന്ന് എല്ലാം സഹിച്ചു തീർക്കുന്ന ഒരു മഹാനായിട്ട് നായകനെ കാണിക്കാനാണ് സിനിമ ആഗ്രഹിക്കുന്നത്. പക്ഷെ തന്റെ പ്രേമം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ അവസാനം കാണിക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ അതിന്റെ മുന്നേ ചെയ്ത പല നിസ്വാർത്ഥ സേവനങ്ങളെയും നമുക്ക് ചോദ്യം ചെയ്യാൻ തോന്നും. പടത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും പാടിയിട്ടുള്ളത് സാക്ഷാൽ അരിജിത് സിംഗ് ആണ്. അതിൽ നല്ല രീതിയിലുള്ള പ്ലേസ്മെന്റ് കാരണം ടൈറ്റിൽ സോങ് നമ്മുടെ മനസ്സിൽ നിൽക്കും. മഞ്ഞുവീഴ്ച കാണിക്കുന്ന പല സീനുകളിലും നല്ല രീതിയിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. കഥയിൽ പ്രാധാന്യമുള്ള ചില എലമെന്റുകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി CGI ഉപയോഗിച്ചിട്ടുള്ളത് സാമാന്യം നല്ല ബോറായിരുന്നു. പടത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായ പോരായ്മ എന്ന് പറയുന്നത് നായകനായിട്ടുള്ള ജുനൈദ് ഖാന്റെ പെർഫോമൻസ് തന്നെയാണ്. പുള്ളി കഥാപാത്രമായിട്ട് മാറുകയല്ല, അഭിനയിക്കുകയാണ് എന്ന് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാകും.
കൂട്ടത്തിൽ പെടാത്ത ഒരാളായിട്ട് അഭിനയിക്കുന്ന ഭാഗവും ഇമോഷണലായിട്ട് കണ്ണ് നിറഞ്ഞിരിക്കുന്ന ഭാഗവും ഒക്കെ പുള്ളി പെർഫോം ചെയ്തിട്ടുള്ളത് നമ്മളിൽ ഒരു ഇമോഷനും ഉണ്ടാക്കാത്ത രീതിയിലാണ്. ഈ പടത്തിന്റെ തിരക്കഥ എന്ന് പറയുന്നത് ഒരു അഭിനേതാവിനും പെർഫോം ചെയ്യാൻ മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലല്ല എഴുതിയിട്ടുള്ളത്. തന്റെ സ്വതസിദ്ധമായിട്ടുള്ള ചാം ഉപയോഗിച്ചുകൊണ്ട് രണ്ടാം പകുതിയിലുള്ള ചില ഇന്റിമേറ്റ് മൊമെന്റുകൾ അത്യാവശ്യം കണ്ടിരിക്കാവുന്നതാക്കാൻ സായ് പല്ലവിക്ക് സാധിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യക്കാരെ ഹിന്ദി സിനിമകളിൽ കാണിക്കുന്നതിനെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ കുറച്ചൊക്കെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് മാത്രമേ തമിഴ് വരുന്നുള്ളൂ എങ്കിലും വരുന്ന തമിഴ് അലമ്പല്ല. ഗുഡ്ഗാവിൽ എത്തിയിട്ട് വെറും 2 കൊല്ലം മാത്രമായിട്ടുള്ള ഒരു തമിഴ് പെൺകുട്ടിയുടെ വൊക്കാബുലറി അല്ല സായ് പല്ലവി അവതരിപ്പിക്കുന്ന ക്യാരക്ടറിനുള്ളത്. നകുൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള കുനാൽ കപൂറിനെ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ടാണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. അത്രയൊക്കെ തന്നെ പുള്ളിക്ക് പടത്തിൽ ചെയ്യാനുള്ളൂ. സിനിമ എഴുതുന്നവരും സംവിധാനം ചെയ്യുന്നവരും പ്രേക്ഷകരുമായിട്ട് എത്രത്തോളം ഡിസ്കണക്റ്റഡ് ആയി കിടക്കുകയാണ് എന്നത് കാണിച്ചു തരുന്ന മറ്റൊരു ബോളിവുഡ് സിനിമയാണ് ഏക് ദിൻ. ഒരു സീൻ എങ്ങനെ പാറ്റേണുകളും പ്രഡിക്ഷനുകളും പൊളിച്ചുകൊണ്ട് സൃഷ്ടിക്കാമെന്ന് ചിന്തിക്കുന്നതിന് പകരം അതിൽ ഏത് ഫോർമുല അപ്ലൈ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു സിനിമയാണിത്. ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്നതിൽ അങ്ങേയറ്റം മടി കാണിച്ചിട്ടുള്ള ഈ ഒരു 2 മണിക്കൂർ ജപ്പാൻ ടൂറിസം പരസ്യം നിങ്ങൾക്ക് ട്രാൻസിയൻ ഗ്ലോബൽ അംനീഷ്യ വരുമ്പോൾ കാണുന്നതാണ് നല്ലത്. അതാവുമ്പോൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പടം കണ്ട കാര്യം ഓർമ്മയുണ്ടാവില്ല. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്